നമസ്കാരം, ഞാൻ പി ജെയിംസ്. വേൾഡ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വൻശക്തികളായ അമേരിക്കയും റഷ്യയും നയതന്ത്രജ്ഞരെ പരസ്പരം പുറത്താക്കിയാണ് ഒടുവിൽ ഏറ്റുമുട്ടലിന് വീര്യം പകരുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടതും സൈബർ ആക്രമണവും ജോ ബൈഡൻ ആയുധമാക്കുന്നു. പുടിനെ കൊലയാളി എന്ന് കുറ്റപ്പെടുത്തിയ ബൈഡന്റെ നടപടി റഷ്യയെ പ്രകോപിപ്പിച്ചു. ഉക്രൈൻ അതിർത്തിയിൽ 40,000 സൈനികരെ അണിനിരത്തിയാണ് റഷ്യ അമേരിക്കയ്ക്കും യൂറോപ്യൻ ശക്തികൾക്കും താക്കീത് നൽകുന്നത്. പഴയ സോവിയറ്റ് യൂണിയൻ അമേരിക്ക ശീതയുദ്ധ കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ജാപ്പനീസ് പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗയും ഇതാദ്യമായി കൂടിക്കാഴ്ച നടത്തി ചൈനയ്ക്കെതിരെ തിരിഞ്ഞത് ചൈനയെയും അസ്വസ്ഥമാക്കി. ദക്ഷിണ ചൈന കടലിൽ ചൈന നടത്തുന്ന കടന്നാക്രമണം ചെറുക്കുമെന്ന തീരുമാനമാണ് ചൈനയെ ക്ഷുഭിതരാക്കിയിട്ടുള്ളത്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മൃദു സമീപനമല്ല റഷ്യയോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്. 2016 ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലാരി ക്ലിന്റനെയും 2020 തന്നെയും തോൽപ്പിക്കാൻ സൈബർ പോരാട്ടം നടത്തിയ റഷ്യയോട് കണക്ക് തീർക്കാൻ തീരുമാനിച്ച് ഉറച്ചിരിക്കുകയാണ് ജോ ബൈഡൻ. 100 ദിവസത്തിനുള്ളിൽ വിദേശകാര്യ രംഗത്ത് അമേരിക്കയുടെ മുൻകാലാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന്റെ തിരക്കിലാണ് ജോ ബൈഡൻ. റഷ്യയുമായി കൊമ്പുകോർത്തതോടെ ട്രംപ് ചിത്രീകരിച്ച ഉറക്കം തൂങ്ങി ബൈഡൻ എന്ന പ്രതിച്ഛായ പോലും മാറ്റിമറിച്ചിരിക്കുകയാണ്. എന്തായാലും റഷ്യയുടെ എണ്ണം പറഞ്ഞ 10 നയതന്ത്രജ്ഞരെയാണ് അമേരിക്ക വാഷിംഗ്ടണിൽ നിന്ന് പുറത്താക്കിയത്. ഇതിനു പുറമെ സാമ്പത്തിക ഉപരോധമടക്കമുള്ള ശിക്ഷാവിധികൾ വേറെ. അമേരിക്കയുടെ ഏറെ രഹസ്യ സ്വഭാവമുള്ള സോളാർവിൻ ആപ്പുകളിൽ പോലും റഷ്യ കടന്നുകയറ്റം നടത്തിയെന്നാണ് കണ്ടെത്തൽ. പെന്റഗണിലെ രഹസ്യങ്ങൾ പോലും ചോർത്തി. ട്രംപ് ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സംഭവിച്ചതാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ റഷ്യൻ സഹായം ലഭിച്ച ട്രംപ് മൗനം പാലിക്കുകയായിരുന്നു. ടിറ്റ് ഫോർ ടാറ്റ് എന്ന നിലയിൽ അമേരിക്കയുടെ 10 നയതന്ത്രജ്ഞരെ മോസ്കോയിൽ നിന്ന് പുറത്താക്കി റഷ്യ തിരിച്ചടിച്ചു. 2016 അമേരിക്കൻ മേൽവിലാസങ്ങളിൽ ലക്ഷക്കണക്കിന് വ്യാജമെയിലുകൾ ഹിലരി ക്ലിന്റനെതിരെ അയച്ചത് റഷ്യൻ ഭരണകൂടമാണെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ട്രംപിന്റെ വിജയത്തിലേക്ക് നയിച്ചതും ഈ കരുനീക്കമാണ്. 2020 ജോ ബൈഡനെതിരെ നീക്കങ്ങൾ നടത്തിയെങ്കിലും തോൽപ്പിക്കാനായില്ല. അധികാരത്തിലെത്തിയാൽ ശിക്ഷ നടപ്പാക്കുമെന്ന് അന്നേ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിൽ ജോ ബൈഡൻ പുടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ജനാധിപത്യത്തെ തകർക്കുന്നുവെന്ന് ആക്ഷേപിച്ചു തന്നെയാണ്. യുക്രൈൻ അതിർത്തിയിൽ 100,000-ലേറെ സൈനികരെ അണിനിരത്തിയാണ് റഷ്യ പാശ്ചാത്യ ശക്തികളെ വെല്ലുവിളിക്കുന്നത്. 2014 റഷ്യ യുക്രൈനിലെ ക്രീമിയ പിടിച്ചടക്കിയത് അധികം വിയർപ്പൊഴുക്കാതെയാണ്. എന്നാൽ യുക്രൈനിൽ വ്യാപകമായ സൈനിക പോരാട്ടം നടത്താതെ റഷ്യയ്ക്ക് കടന്നുകയറാനാകില്ല. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയുടെ സഹായം തേടുകയും കൈയോടെ പിന്തുണ പ്രഖ്യാപനവും വന്നു. അമേരിക്കയുമായി സംഘർഷത്തിലായ റഷ്യ വെറുതെയിരിക്കുന്നില്ല. തൽക്കാലം നയം മാറ്റിവെച്ച് അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള ചൈനയെയും പാകിസ്ഥാനെയും കൂടെ നിർത്താനാണ് റഷ്യൻ ശ്രമം. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആദ്യം ചൈനയിലും തുടർന്ന് പാകിസ്ഥാനിലും എത്തിയത് ഇന്ത്യയെ ചെറുതായൊന്ന് അമ്പരപ്പിച്ചു. അരനൂറ്റാണ്ടിനു ശേഷം പാകിസ്ഥാന് ആയുധങ്ങൾ നൽകാമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം ഇന്ത്യയെ ആശയക്കുഴപ്പത്തിലാക്കി. അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ബന്ധം ശക്തമാക്കാനാണ് റഷ്യ പാകിസ്ഥാന്റെ സഹായം തേടുന്നതെന്നും വാർത്തകളുണ്ട്. എന്നാൽ ഇന്ത്യക്ക് 400S മിസൈൽ സംവിധാനം നൽകുന്നതിന് അമേരിക്കയ്ക്ക് റഷ്യയോട് അതൃപ്തിയുണ്ട്. എന്നാൽ ഇന്ത്യയെ പിണക്കാനും വയ്യ. അമേരിക്കയും പഴയ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശീതയുദ്ധം ലോകത്തിലെ ഗതിവിഗതികൾ നിർണയിച്ച ചരിത്ര സംഭവം തന്നെയാണ്. 1917 റഷ്യൻ വിപ്ലവത്തിലൂടെ ഉയർന്നുവന്ന കമ്മ്യൂണിസമാണ് ഇത്തരം ചിന്താധാരയ്ക്ക് വിത്തുപാകിയത്. എന്നും അമേരിക്കയുടെ മുതലാളിത്ത സിദ്ധാന്തങ്ങളോട് പൊരുതി നിന്നു കമ്മ്യൂണിസം. 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വർഷിച്ച ആറ്റം ബോംബുകൾ
മായി. ശീതയുദ്ധം പലപ്പോഴും മാധ്യമങ്ങളിലൂടെയുള്ള വാഗ്യുദ്ധമായി മാറി. 1945 മുതൽ 1990 വരെ ശീതയുദ്ധകാലത്ത് 9 അമേരിക്കൻ പ്രസിഡന്റുമാർ കസേരയിലിരുന്നു. ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റും ക്രൂഷ്ചേവ് സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റുമായിരിക്കുമ്പോഴാണ് ശീതയുദ്ധം മൂർച്ഛിച്ചത്. ഫിഡൽ കാസ്ട്രോയുടെ സഹായത്തോടെ സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ അമേരിക്കയ്ക്ക് നേരെ മിസൈൽ വ്യൂഹം സജ്ജീകരിച്ചു. 24 മണിക്കൂറിനകം മിസൈലുകൾ മാറ്റിയില്ലെങ്കിൽ 3ാം ലോക മഹായുദ്ധത്തിന് തയ്യാറാവാനാണ് ജോൺ എഫ് കെന്നഡി സോവിയറ്റ് യൂണിയനോട് പറഞ്ഞത്. കെന്നഡിയുടെ ഭീഷണി യാഥാർത്ഥ്യമാണോ എന്നറിയാൻ റഷ്യൻ ശാസ്ത്രജ്ഞർ കെന്നഡിയുടെ ശബ്ദം വിലയിരുത്തിയെന്നാണ് റിപ്പോർട്ട്. കെന്നഡിയുടെ ഉറച്ച ശബ്ദം യുദ്ധത്തിന് തയ്യാറായ നേതാവിന്റേതാണെന്ന് മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തി. മണിക്കൂറുകൾക്കുള്ളിൽ ക്യൂബൻ മിസൈലുകൾ എടുത്തുമാറ്റിയാണ് സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങിയത്. പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്കും പാർട്ടിക്കും അത് വലിയ നേട്ടമായി. അമേരിക്കയിൽ കെന്നഡിയുടെ പ്രതിച്ഛായ പെട്ടെന്നുയർന്നു. എന്തായാലും സോവിയറ്റ് യൂണിയനിൽ ഗോർബച്ചോവ് അധികാരത്തിൽ വന്നതോടെ ശീതയുദ്ധത്തിന് ശമനമായി. 1991 അവസാനിച്ച ശീതയുദ്ധം 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തുമോ എന്ന ആശങ്ക അമേരിക്കൻ റഷ്യൻ വിഭാഗങ്ങളിലുണ്ട്. ഇതിനിടെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയും ഈ ദിവസങ്ങളിൽ ചലനങ്ങളുണ്ടാക്കി. അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ സ്ഥാനമേറ്റെടുത്ത ശേഷം ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ വാഷിംഗ്ടണിൽ ഇതാദ്യമായി ഒരു രാഷ്ട്രത്തലവനുമായി ഇന്നലെ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയത് ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗയുമായിട്ടാണ്. അത്രമേൽ ആത്മബന്ധത്തിലാണ് അമേരിക്കയും ജപ്പാനും. ചൈനീസ് ഭീഷണി നേരിടാൻ US 7ാം കപ്പൽപ്പട ജപ്പാൻ അതിർത്തിയിലാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട അമേരിക്ക പിന്നീട് ജപ്പാന്റെ സുഹൃത്തായത് വലിയ കഥയാണ്. ദക്ഷിണ ചൈനാക്കടലിൽ ചൈനയുടെ കടന്നാക്രമണം തടയുന്നതോടൊപ്പം ഇന്തോ പസഫിക് മേഖലയിൽ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്താനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. തായ്വാനിലേക്ക് ചൈന ബോംബർ വിമാനങ്ങൾ അയച്ചതും അതിനെതിരെ അമേരിക്കയും സഖ്യകക്ഷികളും പ്രതിരോധം തീർക്കുന്നതും ഒടുവിലത്തെ സംഭവവികാസമാണ്. അമേരിക്കയും ജപ്പാനും തായ്വാൻ പ്രശ്നത്തിൽ ഒരുമിച്ച് നിൽക്കാനാണ് തീരുമാനം. ഇത് ചൈനയ്ക്ക് സഹിക്കുന്നില്ല. 2 ലക്ഷത്തിലേറെ ബ്ലൂ ബോട്ടുകളിൽ മത്സ്യത്തൊഴിലാളികൾ എന്ന വ്യാജേന ദക്ഷിണ ചൈനാക്കടലിലെ ദ്വീപുകൾ പിടിച്ചടക്കുന്ന ചൈനീസ് രഹസ്യസേനയും അസ്വസ്ഥരാണ്. ഈ നീക്കങ്ങളെല്ലാം അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഡെപ്സാങ്, ഗോഗ്ര, ഹോട്ട് സ്പ്രിംഗ്സ് മേഖലയിൽ നിന്ന് ചൈനീസ് സേന ഇനിയും പിന്മാറിയിട്ടില്ല. അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടായാൽ ചൈനീസ് സേനയ്ക്ക് നാണം കെട്ട് പിന്മാറേണ്ടി വരുന്ന അവസ്ഥയും നിലനിൽക്കുന്നു. ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷിതത്വത്തിനായി ഒത്തുചേർന്ന അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ ക്വാഡ് സഖ്യവും ചൈനയ്ക്ക് ഭാവിയിൽ ഭീഷണിയാണ്.